അത് ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം. എന്നെ കൂടെ ആരെയും കളിപ്പിക്കും. എന്നാ ഒരു ചീട്ട് നീ പുറത്തു പോയി കളി. നീ പുറത്തു പോയി കളി. എന്താണ് നമ്പരു? എടാ മാല വന്ന് പ്രമാണിച്ച് എല്ലാവരും കൂടുന്ന നേരത്ത് നീ മാത്രം എന്താ കൂടുതൽ കൂടാതെ മാറുന്നത്? ഇത്ര വൈകോളം നീ എവിടെ ഇരുന്നടാ? തോന്നുമ്പോ കേറി വരാൻ ഇതെന്താ ഹോട്ടലാ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ ഞങ്ങളെ പരിപാടി അവസാനിപ്പിക്കാൻ പോണ എന്റെ കലാശക്കോട്ട. അതെ ഞാൻ റാണി ഇറക്കി. നീ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നടാ. ഭയങ്കര ദേഷ്യമാണല്ലോ. ഇപ്പൊ നോക്കിയാലും കൂട്ടിയും വലിയ തെണ്ടികള് ശരിയാക്കി തരാ. എന്താണ് നിന്റെ മുഖത്തിന് കടന്നൽ കുത്തിയ? ഇതുവരെ കാണാതൊരു വാട്ടം. അവളൊന്നും എന്റെ ചൊരിക്കില്ല. ചൊരുക്കട്ടെ. ഞാൻ കളിക്കണ്ട. അവസാനിപ്പിക്കാം. ഇത് താണ്ട് അവന്റെ അണ്ണാക്കിലെടുത്ത് ഒഴിച്ചു. അതെ, നീ നേരത്തെ കാണിച്ച നാടകം അഭിനയൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണം. ആരാണവളെന്ന്? എന്തിനാ നീ അവളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ? അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പച്ച വെള്ളം വേണ്ട എനിക്ക്. അവളെ എന്നോടാ മത്സരിക്കാൻ വരണത്. കൂറ പെരട്ട. നീ വെള്ളം വെക്കാന്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്. എന്തിനും പറയുന്നൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. പറഞ്ഞു കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തൊരു കഷ്ടാണ് നോക്ക്. മനുഷ്യന് ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ? വെങ്കിടി, നീ എന്തിനാ ഇവിടെ കയറി കിടന്നേ? ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെയെങ്കിലും പോയി കിടക്കും. ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. വെങ്കിടി, 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 വാതിൽ തുറക്ക് വെങ്കിടി. നിന്റെ തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പ് മുടക്കൂടാ. ഉമ്മ തിങ്കളാഴ്ച നോയമ്പ് മുടക്കും ഞാൻ. മുടക്കിക്കോ. കളിയും ചിരിയൊക്കെ മാറും. എന്താണ് നിങ്ങളവിടെ പെണ്ണെ കൊണ്ടുവന്ന് വരെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നല്ല പിടയ്ക്കണ പെണ്ണാണെന്നല്ല കേട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും മീതരി വേണ്ടാത്തോരോ പണികള്. സ്വാമി, അവർക്ക് വെച്ചുണ്ടായി കഴിക്കാനാവും. അവർക്ക് ഇവിടുന്ന് കഴിച്ചൂടെ? രണ്ടാളല്ലേ ഉള്ളൂ. ഓന്റെ വീട് നിങ്ങൾ നോക്കോ? ഓന്റെ വീട് നിങ്ങൾ നോക്കോന്ന്. അതിനല്ലടോ ഇവൻ. അപ്പൊ പിന്നെ അതിനാവും.
അതിനാവും. വീടുന്നുണ്ടെങ്കിൽ വീടിലേക്ക് വെറുതെ പറഞ്ഞോട്ട് പെണ്ണ് ചെയ്യേണ്ട പണി പെണ്ണ് തന്നെ ചെയ്യണം. അത് അടുക്കളയിലായാലും കിടക്കയിലായാലും അല്ലേ? ആരെങ്കിലും ഉണ്ടോ നിന്റെ ഉള്ളില്? ഉണ്ടെങ്കില് ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്കടി. അല്ലാണ്ട് നിന്നെ സമയത്ത് കാലത്ത് എനിക്ക് സമയമില്ല. ഇതൊക്കെ തല്ലി പൊളിക്കോ? എന്താണ് നിനക്ക് അകത്ത് പരിപാടി? പല പരിപാടിയും കാണും. എവിടെയാടി വെങ്കടി? ആ എനിക്കറിയില്ല. മാറ് ഇല്ലെങ്കി മാറ് ഇല്ലെങ്കി മാറുന്ന മാറ് നിക്കങ്ങട്. ഇതൊക്കെ മീന്. ആ മീനാണ്. എന്തേ? തിന്നുമ്പോ രസം കാണും. നാറ്റം പോണെങ്കി 4 ദിവസം എടുക്കും. അതിനെ നിന്നെ തീറ്റിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ നേറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഓ പിന്നെ ആ എടി, നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കലേ വിട്. തുടങ്ങുള്ളൂ, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടല്ലോ ഇവിടെ, അതങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ അതാ പറഞ്ഞത്. അല്ലാതെ മൊത്തം കാര്യങ്ങൾ നീ അങ്ങ് ഏറ്റെടുത്ത് ചെയ്താലേ വെങ്കടി ആദ്യം ചവിട്ടി പുറത്താക്കി എന്നെയാവും. ഇന്നലെ കണ്ടു നിന്റെ വെപ്പിന്റെ കേമത്തം. എരിവില്ല പുളിയുമില്ല. ഓ ഒരു വെപ്പ് വരുത്തി വന്നിരിക്കണോട്. ശ്ശോ, ഒരു മീൻ വെപ്പുകാരൻ. ഓ 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരമാണ്. എന്നാ അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്ക് മടുക്കുമ്പോ മൂടും തട്ടിങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കണ്ടടി എന്നോട്. ഇതിന് മുതൽ ചെലവാക്കുന്ന നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ടു എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കടി കഴിക്കണത് നിന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് കൊണ്ടുവന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായിൽ വെക്കാൻ പറ്റുമോ? എന്നാ വെന്തട്ടുണ്ടോ? വെന്തട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ തൃപ്തിയായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടി നിങ്ങളുടെ ഈ നാടകം കളി. മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്രേ. എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്താ ആമാശയം തെറി പറയാണ്. തുടങ്ങിയ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്തേ കാണണോ വേണോ? എന്താടി ഇത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല. ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ? വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതെണ്ണം തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറേ. അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. നല്ല ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്.
എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് ഇപ്പൊ കാക്ക തൂറിട്ടുണ്ടാവൂടി. എടുത്തു വെക്കുമ്പോ നോക്കണേ, നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനമേ എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്തയേക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ. അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കെ കളഞ്ഞാൻ. ഈ കുച്ചിക്കുന്നു